നമസ്കാരം. ഇന്ന് ലോകത്തെവിടെ യുദ്ധമുണ്ടായാലും അത് എല്ലാ ലോകരാജ്യങ്ങളെയും നേരിട്ടോ അല്ലാതെയും ഒക്കെ ബാധിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇസ്രായേലും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായപ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധവും നടന്നപ്പോഴുമെല്ലാം ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി ഉയർന്നതോടെ പ്രവാസികളെ വലയ്ക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. UAE രാജ്യത്തേക്കും പുറത്തേക്കുമുള്ളതും ഉൾപ്പെടെ നിരവധി വിമാനങ്ങളാണ് UAE ആസ്ഥാനമായുള്ള എയർലൈനുകൾ റദ്ദാക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യുന്നത്. പല വിമാന കമ്പനികളും പശ്ചിമേഷ്യൻ മേഖലകളിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ചില വിമാന കമ്പനികൾ ഭീഷണിയുള്ള വ്യോമപാതകൾ ഒഴിവാക്കാനായി വിമാനങ്ങളെ വഴിതിരിച്ചു വിടുന്നുണ്ട്. ദുബായിലെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇന്നും നാളെയും ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. സംഘർഷ സാധ്യത ഇല്ലാതായതിനു ശേഷം മാത്രമായിരിക്കും ഇവിടേക്കുള്ള വിമാനങ്ങൾ പഴയതുപോലെ സർവീസ് നടത്തുക. റദ്ദാക്കാത്ത സർവീസുകൾക്ക് കാലതാമസം ഉണ്ടാക്കാൻ ഇടയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഇറാന് തിരിച്ചടി നൽകുകയും സംഘർഷം കൂടുതൽ കനക്കുകയും ചെയ്താൽ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. നേരത്തെ തന്നെ യുദ്ധഭീതി ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ വർഷം നടത്തിയതോടെയാണ് യുദ്ധഭീതി കൂടുതൽ കനത്തത്. എന്നാൽ ഇതിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതയ്ക്ക് ഒട്ടും അയവ് വന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംഘർഷ സാധ്യത ഇനിയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യക്ക് പശ്ചിമേഷ്യയിൽ വലിയൊരു പ്രവാസികൾ കുടിയേറ്റക്കാരായുണ്ട്. ഇവർ ഇന്ത്യയിലേക്കുള്ള വലിയ തുകയുടെ പണത്തിന്റെ ഉറവിടമാണെന്ന് പറയാം. സംഘർഷം മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഒരു പൂർണ്ണ യുദ്ധമായി മാറിയാൽ ഇന്ത്യയെ അത് ഗുരുതരമായി തന്നെ ബാധിക്കും. പണം അയക്കൽ കുത്തനെ കുറയും. ഇന്ത്യൻ പ്രവാസികളെ സുരക്ഷിതമായി കുടിയൊഴിപ്പിക്കുന്നതും കടുത്ത വെല്ലുവിളിയാകും. ലോകത്തിലെ തിരിച്ചറിയപ്പെട്ട 195 രാജ്യങ്ങളിൽ 182ലും മലയാളികളുടെ സാന്നിധ്യമുണ്ടെന്നെടുത്ത് പറയണം. തൊഴിലവസരങ്ങളുള്ള രാജ്യങ്ങളിലെല്ലാം മലയാളികളുണ്ട്. യുദ്ധമേഖലകളിലേക്ക് പോലും തൊഴിലവസരത്തിനായി പോകാൻ മലയാളികൾ പലപ്പോഴും മടി കാട്ടാറില്ല. പാലസ്തീനുമായി നിരന്തരം സംഘർഷം നടന്നപ്പോഴും ഇസ്രായേലിലേക്ക് മലയാളികളുടെ ഒഴുക്കിന് കുറവുണ്ടായിരുന്നില്ല. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള യാത്രാ ഇടപാടുകളിൽ യാതൊരു തടസ്സവും ഇല്ലാത്തതിനാൽ ഇപ്പോഴും മലയാളികൾ ഇസ്രായേലിലേക്ക് പോകാൻ തയ്യാറാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇസ്രായേലിലെ കൃഷിപ്പണിക്കും നഴ്സിംഗ് ജോലികൾക്കുമെല്ലാം ഉയർന്ന പേയ്മെന്റാണ് ലഭിക്കുന്നത്. 2023 നവംബർ മുതൽ 2024 ജനുവരി വരെയുള്ള കാലയളവിൽ മാത്രം 500 മലയാളികൾ എംപ്ലോയ്മെന്റ് വിസയിൽ ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇസ്രായേൽ ഗാസ സംഘർഷം മലയാളികളുടെ യാത്രകൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ്. ഇസ്രായേലിൽ കഴിഞ്ഞിരുന്ന പാലസ്തീൻ തൊഴിലാളികളെ ഒഴിവാക്കി പുറത്തുനിന്ന് തൊഴിലാളികളെ എത്തിക്കാനും ആ രാജ്യം ശ്രമിച്ചിരുന്നു. മിക്ക പാലസ്തീനികളുടെയും വർക്ക് പെർമിറ്റുകൾ രാജ്യം തിരിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 1 ലക്ഷത്തോളം ഒഴിവുകളാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. 2003 ഇന്ത്യയുമായി ഇസ്രായേൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം 42,000 കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ നൽകേണ്ടതുണ്ട്. ഇങ്ങനെ തൊഴിലാളികളായി ഇസ്രായേലിൽ എത്തുന്നവർ അധികവും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.